ദാനിയേൽ രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചേക്കാം. ദാനിയേൽ രണ്ടാം അധ്യായം രണ്ടാം വേദഭാഗം. രണ്ടാമധ്യായം രണ്ടാം വേദഭാഗം ബാക്കി വായിച്ചു. രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു. മതി. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കർത്താവേ, വചനമായി ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ എൻ്റെ പിതാവ്. സന്തോഷത്തോടെ രാമയെ പറഞ്ഞിട്ട് ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം നമ്മളെ ഒത്തിരി വായിച്ചും കേട്ടും അറിഞ്ഞും പ്രസംഗവും പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നവരാണ്. ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു വേദഭാഗമാണ് ഞാൻ വായിക്കപ്പെട്ടത്. ദാനിയേൽ പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വേദഭാഗമാണ്. അവിടെ രണ്ടാം അധ്യായത്തിനകത്ത് ദാനിയേൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് ദൈവം വെളിപ്പെടുത്താൻ പോവാം. സ്വപ്നക്കാര് പലരും ഉണ്ടെങ്കിലും യഥാർത്ഥ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുന്നവരെ കിട്ടാൻ പാടാം. നമ്മൾ ഇന്നലെ സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് എനിക്ക് തോന്നുന്നു സഭയിൽ ഒരു 10-50 പേരെങ്കിലും കൈ ഉയർത്തും. ഇന്നലെ ഒരു സ്വപ്നം കണ്ടു പാസ്റ്റർ എന്ന് പറയും. സ്വപ്നം കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പുറകെ അറ്റം മുതൽ ഫ്രണ്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ പറയും, ഇന്നലത്തെ സ്വപ്നം പറയും. എല്ലാവർക്കും മൈക്ക് കൊടുക്കാൻ തുടങ്ങിയാൽ ഇന്ന് ആരാധനയ്ക്ക് നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. സ്വപ്നം കാണുന്നതും അർത്ഥം പറയുന്നതും ദൈവകൃപയുള്ളവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഒരാമയും പറയച്ച മനസ്സോടെ. നിങ്ങൾ വീട്ടിൽ വഴക്കുണ്ടായിട്ട് പിണങ്ങി വന്നിരിക്കുന്നല്ലേ ഒന്നിരിക്കാതെ ഈ വിശുദ്ധ ആരാധനയിൽ മുഖത്തോട് മുഖം നോക്കിയിരിക്കണം. എന്നോട് പ്രത്യേകിച്ചും പ്രസംഗം പഠിപ്പിക്കുമ്പോൾ, ഞങ്ങൾ കോളേജുകളിൽ പഠിക്കുമ്പോൾ അധ്യാപകർ പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രസംഗിക്കുമ്പോൾ എല്ലാവരുടെ മുഖത്ത് എന്ത് ചെയ്യണം? നോക്കണം. പ്രാസിംഗിൻ്റെ ജോലി എല്ലാവരുടെ മുഖത്ത് ശ്രദ്ധിക്കണം. എല്ലാവരുടെയും മുഖത്ത് ശ്രദ്ധിക്കണം. അത് ഒരുപോലെ ശ്രദ്ധിക്കണം. ഒരാളെ തന്നെ സൂക്ഷിച്ച് നോക്കി നമ്മുടെ പ്രസംഗം തീർക്കാൻ നിൽക്കരുതെന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരാളുടെ മുഖത്ത് സൂക്ഷിച്ച് നോക്കി നിൽക്കാത്ത എല്ലാവരും വീക്ഷിക്കുന്നുണ്ടല്ലോ. എന്നെ ശ്രദ്ധിച്ചേ, പ്രസംഗം കേൾക്കുന്നവരും തിരിച്ചെന്തായിരിക്കണം? പ്രസംഗിക്കുന്ന നാളെ ശ്രദ്ധിക്കണം. അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരിക്കണം, വാക്കുകളെ ശ്രദ്ധിച്ചിരിക്കണം. ഈ രണ്ട് ശ്രദ്ധയും ഒരുപോലെ വരുമ്പോൾ ആത്മീയ പ്രസംഗമാണെങ്കിൽ ഇതിനകത്തൊരു ആത്മീയ തീ കത്തും. ഒരാമയും പറഞ്ഞിട്ട് ഹല്ലേലൂയ. സ്വപ്നം കണ്ടത് സാധാരണ മനുഷ്യനല്ല കണ്ടത്. ഒരു രാജാവാ സ്വപ്നം കണ്ടത്. രാജാവിന്റെ സ്വപ്നം രാജാവിനെ കൃത്യമായി അറിയിക്കാൻ ദേശത്ത് രാജാവിന്റെ അറിവിൽപ്പെട്ടവരെ വിളിച്ചു. അവിടെ വായിച്ചത് അങ്ങനെയാണ്. ഒന്നുകൂടെ വായിച്ചാട്ടെ. സ്വപ്നം പറയാൻ വിളിക്കുക ആൾക്കാരെ. ഒന്ന് സ്വപ്നം അറിയിക്കാൻ മന്ത്രവാദികളെ എന്ത് ചെയ്തു? വിളിച്ചു. പിന്നെ ഈ മന്ത്രവാദികളും ആഭിചാരകന്മാരും രണ്ടും രണ്ടാണ് കേട്ടോ. അതൊക്കെ ഈ ചിലരോട് സംസാരിക്കുമ്പോൾ അറിയാം അദ്ദേഹം ആഭിചാരം ചെയ്യുന്ന ആളാണെന്ന്. ചിലർ പറയും അത് മന്ത്രവാദിയാണെന്ന് പറയും. എന്തൊരു വാദിയാന്നേലും ഇന്ന് കുഴഞ്ഞിവിടെ വീഴും. ഒരാമയും പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഈ വചനം പറയുമ്പോൾ മന്ത്രമൊക്കെ അങ്ങ് അഴിഞ്ഞോളും, ബന്ധനമൊക്കെ പൊട്ടുവന്നേ. ഒന്ന് മന്ത്രവാദികളെ വിളിച്ചു. അച്ഛാ കേട്ടണം, മന്ത്രവാദികളെ വിളിച്ചു. ഈ ചിലര് വിളിച്ചു വരുത്തി അടി കൊടുക്കുമെന്ന് പറയുമല്ലോ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം എടുപ്പിക്കുക എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ മന്ത്രവാദികളെ വിളിച്ചു വരുത്തി. 2 ആഭിചാരകന്മാരെ വിളിച്ചു വരുത്തി. പിന്നെ വേണ്ടേ മൂന്നാമത്തെ ടീം വന്നു നിന്നു. ശുദ്ര ചെയ്യുന്നവര് വന്നു. എല്ലാവരും നിരന്ന് വന്നതിന് ശേഷം അടി തുടങ്ങത്തുള്ളൂ. ഒരാമയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവർക്ക് നേരെ ആരെല്ലാം ഏതെല്ലാം ഗൂഢാലോചനകളും തന്ത്രങ്ങളും മന്ത്രങ്ങളും ശുദ്രങ്ങളും ബന്ധനങ്ങളും അയച്ചാലും പ്രാർത്ഥിക്കുന്ന വെളിപ്പാടുള്ള കൃപാവരമുള്ള ആത്മീയ നിറമുള്ള ഒരു ദൈവ പൈതലിന് നടുവിലുണ്ടെങ്കിൽ ഒരാഭിചാരവും നിനക്ക് ഫലിക്കത്തില്ലെന്ന് ഓർത്ത് സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു, വെച്ചാ ഇങ്ങനെ നടക്കാതെ ഇത്രയും സ്ഥലങ്ങളൊക്കെ ഇല്ലയോ, ഒരു 2-3 കന്നാലി വാങ്ങിച്ചടച്ചാന്ന് പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അവിടെ പശുവിനെ വാങ്ങിച്ച് കെട്ടാൻ പറ്റത്തില്ല, ഉച്ച സമയമാകുമ്പോൾ ഒരു വരുത്ത് വന്ന് അടിച്ച് ഞങ്ങളുടെ പശുവിനെയൊക്കെ കൊല്ലുക എന്ന് ഞങ്ങളുടെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇത്രയും 50 പൈസ വരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്നോട് പറഞ്ഞു.
പുള്ളിയുടെ അമ്മ പറഞ്ഞ് കേട്ട കാലം മുതലേ ഒരു കന്നുകാലി അവർ വാങ്ങിക്കാതിരിക്കുക. അപ്പൊ അമ്മ പറഞ്ഞ് കേട്ട ഒരു കേൾവി ഇതുവഴി ഒരു വരുത്ത് പോകുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ വാങ്ങിക്കുക, ഞാൻ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പറയുക, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. വിശ്വാസത്തോട് പറയുക, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഒരു ബാധയും തൊടത്തില്ല. ഉറപ്പുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. ഞങ്ങളുടെ നന്മയെ അടിച്ചിടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പുറമേ ഉള്ളവർക്കും പറ്റത്തില്ല, ഞങ്ങളുടെ കണ്ണിന് മറവായി വന്ന് അടിക്കാനും പറ്റത്തില്ല. ഞങ്ങളെ ആക്കി വെച്ചവൻ ഞങ്ങൾക്ക് ചുറ്റും ഒരു ദൂതനെ വെച്ചിട്ടുണ്ട്. ആ ദൂതൻ പ്രൊട്ടക്ട് ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളെ അടിച്ചിടാതിരുന്നത് ദൂതൻ കാത്തത് കൊണ്ടാ. നമ്മുടെ പ്രിയപ്പെട്ടവരെ അടിച്ചു മറിക്കാത്തത് ദൂതൻ കാത്തത് കൊണ്ടാ. ഈ പകൽ ഒരു ദൈവദൂതൻ വന്നിട്ടുണ്ട്. അവൻ നമ്മെ സൂക്ഷിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൂതൻ വന്നാൽ നിന്റെ ഒരു നന്മയും ഒരു ദുഷ്ടനും തൊടത്തില്ല. പറയുന്നത് കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ ആന്റി. നിന്റെ അതിരിനകത്ത് കടക്കാൻ ഭയപ്പെടും. ഒന്ന് മനസ്സിരുത്തി ആമേൻ പറ. നിന്റെ വഴിയിൽ നിൽക്കാൻ ഭയപ്പെടും. നിന്റെ നന്മയെ തൊടാൻ ശത്രു ഭയപ്പെടും. നിന്റെ കുടുംബത്തിന്റെ പേര് പറയുമ്പോഴേ ഭയപ്പെടും. നീ പ്രാർത്ഥിക്കുന്നവനാ കരം തട്ടി സ്തോത്രം പറ. ആവിചാരകന്മാരും കൽദയരും ശൂദ്രക്കാരും മന്ത്രവാദികളും ലജ്ജിച്ചു പോകുമാറ് ദൈവത്തിന്റെ ശക്തി. അന്യഭാഷ പ്രാപിച്ച ദൈവജനം ആത്മാവിൽ പറഞ്ഞു. പ്രാപിച്ച ദൈവജനം ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. നീ ആരാധിക്കുന്നവനാ. നിന്റെ നന്മയെ അടർത്തുന്ന ഇരുട്ടിന്റെ ശക്തികളെ വെട്ടുന്ന അഭിഷേകം നിന്റെ നാവിനകത്ത് സ്വർഗം തന്നിട്ടുണ്ട്. നീ പ്രാപിച്ച അഭിഷേകത്തിൽ നിറഞ്ഞു. ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. കരങ്ങളെ അടിച്ച് പോരാ. ആത്മാവിൽ നടക്കാരാധിക്കുന്നവരെ ദൈവീയ പരിപാലനമുണ്ട്. ദൂതന്മാരുടെ കാവലുണ്ട്. നീ പറഞ്ഞില്ലേ നിന്റെ നന്മ നഷ്ടമാകുമെന്ന്, നിന്റെ വസ്തു പോകുമെന്ന്, നിന്റെ തലമുറയ്ക്ക് ഗതിയില്ലെന്ന്. ഇല്ല. ദൈവം നിന്റെ അനുഗ്രഹത്തെ മടക്കി തരൂ. നിന്റെ വാഗ്ദത്തങ്ങളെ ദൈവം നിന്നിൽ ഏൽപ്പിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകലിന്റെ നടുവിൽ ആരെയൊക്കെ വെള്ളച്ചുണ്ടുന്നുണ്ട്. ആരുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ആത്മാവ് കടക്കുന്നുണ്ട്. ഏതൊക്കെ വീടുകളിൽ ദൈവാത്മാവ് നിൽക്കുന്നുണ്ട്. ഏതൊക്കെ വഴികളിൽ പരിശുദ്ധാത്മാവ് നിൽക്കുന്നുണ്ട്. നിന്റെ വിഷയത്തിന്റെ പരിഹാരം ഇന്നുകൂടെയുണ്ട്. നീ ഇനി ഇളറി ഓടത്തില്ല. നീ വേദനപ്പെട്ടിരിക്കത്തില്ല. വീട്ടിനകത്ത് കണ്ണുനീര് പകം കിട്ടിയത് ദൈവം കണ്ടിട്ടുണ്ട്. നിന്റെ കണ്ണുനീര് വസ്ത്രത്തിൽ വീഴുന്നതിന് മുമ്പ് നിന്റെ അതരത്തിൽ നിന്ന് പൊടിയുന്നതിന് നടുവിൽ ഒരു തുരുത്തി അവൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വീണതിന്റെ മറുപടി നിനക്ക് തരാതെ, നിന്റെ തലമുറക്ക് തരാതെ, നിന്റെ കുടുംബത്തിന് തരാതെ ദൈവം പോകത്തില്ല. ഇല്ല. മനസ്സിന്റെ സ്വത്രം പറഞ്ഞു. ഒരാവിചാരകന്മാരും ഒരു മന്ത്രവാദികൾക്ക് നിന്റെ കുടുംബത്തെ തൊടാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയുന്നു. തന്റെ ഇടമുള്ള മന്ത്രവാദി ആവിചാരം ചെയ്തു. നീ ആവിചാരം ചെയ്യുന്ന അന്ന് രാത്രി തന്നെ ഞങ്ങൾ പായിട്ട് മുട്ടുമടക്കും. ഞങ്ങൾ മുട്ടുമടക്കുന്ന പായ്ക്കകത്ത് മറുപടി തരുന്ന ഒരു സ്വർഗം വെളിപ്പെടും എന്ന് പറഞ്ഞ വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഒരു സന്ധ്യ പ്രാർത്ഥന മതി അവന്റെ ആവിചാരം ഉടഞ്ഞു പോകാൻ. ഒരു ആരാധന മതി അവന്റെ അന്ധകാരം തകർന്നു പോകാൻ. നീ എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് തെരുവിലിറങ്ങുമെന്ന് പറഞ്ഞില്ലേ? ദൈവം ഇറക്കത്തില്ല. ദൈവം നിന്നെ കരുതും. ശുദ്ര പ്രയോഗങ്ങൾക്ക് നീ ഭയപ്പെടരുത്. ആവിചാരകന്മാർക്ക് നീ ഭയപ്പെടരുത്. വീരവചുനി റഘുനി ഘടകരി മൗഷാരതിയ ഈ പകൽ ആത്മാവിൽ നടന്ന് ഞാൻ പറയുന്നു. ആവിചാരകന്മാരെ നീ ഭയപ്പെടരുത്. മന്ത്രവാദികളെ ഭയപ്പെടരുത്. ശുദ്രക്കാരെ നീ ഭയപ്പെടരുത്. യഹോവ നിന്റെ കൂടെയുണ്ട്. നിന്റെ ഒറ്റ സ്തോത്രം മതി കുഞ്ഞ്. നീ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി സ്നാനമേറ്റപ്പോഴേ ദൈവം നിന്റെ കയ്യെ പിടിച്ചതാ. നീ തീരുമാനമെടുത്ത് ബൈബിൾ എടുത്ത് ഇറങ്ങിയപ്പോഴേ ദൈവത്തിനെ കണ്ടതാ. നീ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ സ്വർഗത്തിന്റെ കൂടെ ഉണ്ടെന്ന് നീ അറിഞ്ഞില്ലല്ലേ? ഇന്ന് പകൽ നീ നോക്ക. നിന്നെ കാണാതെ വന്ന ചിറക് പോലെ വിടർത്തി ഒരു തണല് പോലെ നിനക്ക് വേണ്ടി നിൽക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ്
ഹൃദയം കൊണ്ട് സ്വോത്രം പറഞ്ഞു. കണ്ണുകളടയ്ക്കാം, തലകൾ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കണം. ദൂതൻ നിന്നെ കരുതും, സ്വർഗം നിന്നെ കരുതും. കിളറാൻ ഉയരത്തി പറക്കുമ്പോൾ, കിളറാന്റെ ശബ്ദം കേൾക്കുമ്പോൾ, പരുന്തുയരത്തി വരുമ്പോൾ അമ്മക്കോഴി ഓടിച്ചെന്ന് ചിറക് ഉണർത്തിയെന്ന് നിൽക്കും. ആ തൂവലിനകത്ത് കുഞ്ഞുങ്ങൾ ഓടി വന്ന് അഭയം പ്രാപിക്കും. നമ്മളെ അങ്ങനെ മറച്ചതല്ലേ ദൈവം? എത്രയോ പ്രാവശ്യം ദുഷ്ടൻ കഴുകൻ കൊത്തി പറക്കാമായിരുന്നു കുഞ്ഞുങ്ങളെ, പക്ഷേ അമ്മക്കോഴി സമ്മതിച്ചില്ല. ഇതുപോലെ ദൈവത്തിന്റെ സൂക്ഷ്മത, സൂക്ഷിപ്പ് നമ്മുടെ മേളിൽ. നമുക്ക് കണ്ണുകളടച്ച് വിശ്വാസത്തോട് പ്രാർത്ഥിക്കാം. യാതൊരു ദോഷവും തട്ടാതെ വണ്ണം നീ പണിത വീട് പൂർത്തിയാക്കാൻ ദൈവം ഭാഗ്യം തരും. യാതൊരു ദോഷവും തട്ടാതെ വണ്ണം നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ദൈവം പരിപാലിക്കും. യാതൊരു ദോഷവും തട്ടാതെ വണ്ണം നിന്റെ ഭർത്താവിനെ മടക്കി തരും. യാതൊരു ദോഷവും തട്ടാതെ നിന്റെ വാഹനങ്ങളെ ദൈവം സൂക്ഷിക്കും. യാതൊരു ദോഷവും തട്ടാതെ നിന്റെ ഭാര്യയെ ദൈവം എഴുന്നേൽപ്പിക്കും. യാതൊരു ദോഷവും തട്ടാതെ നിന്റെ അമ്മയെ ദൈവം സൗഖ്യമാക്കും. മോനെ, യാതൊരു ദോഷവും തട്ടാതെ നിന്റെ തലമുറ, നീ നൊന്ത് പെറ്റ നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ വീട്ടിലൊരു തണലായി തീരും. ഇന്നലെ വരെ നിന്നെ ആക്ഷേപം പറഞ്ഞു, ഇന്നലെ വരെ നിന്റെ കുഞ്ഞുങ്ങൾ നിനക്ക് ഇഷ്ടമല്ലാതെ പോയെങ്കിൽ ഈ ദൈവദാസന്റെ വാക്ക് വിശ്വസിക്കുക. ഇനി നിന്റെ വീട്ടിൽ പ്രകാശം ഉണ്ടാകും. ഇനി നിന്റെ ഭവനത്തിൽ നന്മയുണ്ടാകും. നിന്റെ കലത്തിന് മാവും ഭരണിയിലെണ്ണയും വറ്റത്തില്ല കേട്ടോ. നീ ചോദിച്ചില്ലേ, ഞാൻ ഈ കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങോട്ട് ഇറങ്ങണം കർത്താവേ? ഇനി എത്ര ദൂരം പോകണം? ഞാൻ ഇനി എന്ത് ചെയ്യണമപ്പ? ചില ചോദ്യത്തിന്റെ മറുപടി ദൈവം തരുക. നിന്റെ കണ്ണ് തലയാൻ അവൻ സമ്മതിക്കത്തില്ല. നീ രോഗിയായി കിടക്കാൻ അവൻ അനുവദിക്കത്തില്ല. ഈ യൗവനത്തിലല്ലാതെ എപ്പോഴാപ്പ എനിക്കൊരു നന്മ? എന്നാ കർത്താവെ ഒരു വാഴ്ത്തത്തെ കാണുന്നത്? ആരാ അപ്പ ഞങ്ങളെ സഹായിക്കുന്നത്? എവിടെ നിന്നും ഉറവകൾ ഉണ്ടാകുമെന്ന് നീ ചോദിച്ചില്ലേ? ദൈവത്തിന്റെ കൂടെയുണ്ട്. പിതാവേ, അങ്ങ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വാസത്താൽ യാത്ര ചെയ്യും. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ.